എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നേക്ക് കാണിക്കാൻ പോണത് ഇന്നലെ ഞായറാഴ്ചയിലായിരുന്നു. ഇന്നലെ വാങ്ങിയ ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ ചിക്കൻ എന്ത് ചെയ്തു, ഇന്നേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഒരു 1/2 കിലോ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇത് ഞാൻ ഇന്നേക്ക് ഒരു ചിക്കൻ ഗ്രേവി, അതായത് എല്ലാവരും പറയും ചിക്കൻ ചെയ്യുമ്പോൾ ഗ്രേവി കമ്മിയായിട്ടാണ് കിട്ടണമെന്ന്. അപ്പോൾ ഞാൻ ഗ്രേവി നിറയെ കിട്ടാൻ വേണ്ടി ഇത് നല്ല ഗ്രേവി ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ റെസിപ്പിമാർ ചെയ്താൽ. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പം ഞാൻ ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതുണ്ട്, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ലൈറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിനെന്തെങ്കിലും ഞാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ മുളക് പൊടി ഇതും അതിലേക്ക് കുറച്ച് ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഇതും, അപ്പുറം കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഉണ്ടാ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഈ തക്കാളി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ലേശം ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ പിന്നെ ഉപ്പിടും, അതുകൊണ്ട് വേണ്ട. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ബാക്കി കുറച്ച് മല്ലി വറുത്തെടുത്തുണ്ടായിരുന്നു, അതിട്ടതാണ്. ഇതൊക്കെ പാടെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ, അതിലും മേലെയൊന്നുമില്ല, അതിലും കൂടുതലൊന്നുമില്ല. അതിനുള്ള മസാലയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിറയെ എടുക്കണം, കുറച്ചും കൂടിയൊക്കെ എടുക്കണം. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, എരിവൊക്കെ അധികമാണെന്നുള്ളവരാണെങ്കിൽ 2 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇടാം. ഞങ്ങളധികം എരിവ് കൂട്ടാത്തവരാണ്, ഞങ്ങൾക്കധികം എരിവ് വേണ്ട. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളും. പിന്നെ ഇതിൽ ഉപ്പ് കുറച്ച് കമ്മിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളടുത്ത് മസാല ഉള്ളി വഴറ്റി അരിക്കിടും, അപ്പോൾ നമ്മൾക്ക് ഉപ്പ് തികഞ്ഞില്ലെങ്കിലും ഉപ്പ് ഇടാം. പക്ഷെ നല്ല മസാല, നല്ല ഗ്രേവി നിറയെ ഉണ്ടാവും അങ്ങനെ ചെയ്താൽ. ഞാൻ ഒരളവിന് പുരട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കറിലാണ് ഞാൻ ഈ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുക്കറിൽ വേവിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ഈ കുക്കറിൻ്റെ ഉള്ളിൽ ലേശം വെളിച്ചെണ്ണയാണ് അധികം ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ അതൊന്നിങ്ങനെ ചുറ്റിയിട്ട്, എന്നിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ച ചിക്കനും ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ചിക്കനും വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ചതച്ചതാണ് ഞാൻ ഇട്ടുന്നത്, ചതച്ചത്, തക്കാളി, പിന്നെ മല്ലിയും മുളക്, മഞ്ഞൾപ്പൊടി നമ്മൾ ചൂടാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഈ മസാല കളയണ്ടാച്ച കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഇതിലിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു ഈ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, മതി. അതന്നെ അത് അധികമാണ്. ഇതാ, ഇനി ഞാനിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ ഇല്ലെങ്കിൽ 2 വിസിൽ. ചിക്കന് പിന്നെ അധികം വേവ് വേണ്ടല്ലോ, അതുകൊണ്ട് 1 വിസിൽ മതിയാവും. 1 വിസിലേ മതി. സ്റ്റാർട്ടാ. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വേണ്ട അളവിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പം ഞാൻ അതിലേക്ക് അധികം മസാലയെല്ലാം ഉപയോഗിക്കുന്നില്ല. വെറും ഒരു ചെറിയൊരു കഷ്ണം പട്ട മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. വേറെ ഒന്നും ഗരം മസാലയോ അല്ലെങ്കിൽ ഏലക്ക, ഗ്രാമ്പൂ അതെല്ലാം ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. വെറും 2 കഷ്ണം പട്ട മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഇട്ടത് അതിലേക്ക് ഒരു കറിവേപ്പിലയുടെ ഇട്ടു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ചാൽ തീ അധികം വേണ്ട, തീ കുറച്ച് കമ്മിയാക്കിയിട്ട് വെച്ചാൽ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ ഫസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ലേശം മാറ്റി വെച്ചിരുന്നു, അതിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ബാക്കി കുറച്ച് വലിയ ഉള്ളി വെച്ച് തരുന്നില്ലേ, അത് സ്ലൈസാക്കിയത് അതും ഞാനിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഉള്ളി നന്നായിട്ട്
നന്നായിട്ട് ബ്രൗൺ കളറാവണം കുറച്ച്, വേണം ഗ്രേവി നന്നാവുള്ളൂ. നന്നായിട്ട് ഇതായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വഴറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കി ചേർക്കണം. ആ ഇറച്ചി ചിക്കനിൽ ഉപ്പ് ചേർക്കുമ്പോൾ കമ്മിയായിട്ട് ചേർത്തിട്ട് ഇതിൽ കുറച്ച് ധൈര്യമായിട്ട് കുറച്ച് ഇടാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നല്ല ബ്രൗൺ കളറാവുകയും ചെയ്യും. ഇനി നന്നായിട്ട് ഇളക്കണം. തീ കമ്മിയാക്കി വെച്ചോളും, തീ അധികം വേണ്ട, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം ക്ഷമിച്ച് വഴറ്റാനുള്ള അങ്ങനെ ക്ഷമിച്ച് വഴറ്റാനുള്ള ഒരു നേരവും ഇല്ല. കാരണം സ്കൂളിൽ വിട്ട് വന്നിരിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് കഴിക്കാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ആയതിനു ശേഷമാണ് അവർക്ക് ദോശയാണ് അവർ ടിഫിനാണ് അവർ കഴിക്കുക വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദോശ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. നന്നായിട്ട് ഒരു അളവിന് വഴറ്റിയിട്ടുണ്ട്, മതി. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ കണ്ടില്ലേ, ഇതിൻ്റെ കളറേ കണ്ടില്ലേ നിങ്ങൾക്ക്, നന്നായിട്ട് നല്ല വെന്തുണ്ട് ചിക്കൻ. ഞാൻ 2 വിസിൽ കൊടുത്തിട്ടുണ്ട് ചിക്കന്. നല്ല റെഡ് കളറിലുണ്ട് കണ്ടില്ലേ. അതൊന്നും വറുത്തതുകൊണ്ടാണ് അങ്ങനെ. ഇനി ഇതിലേക്ക് കൊട്ടാൻ പോവുകയാണ്. കയ്യിലേക്കൊക്കെ വരുന്നുണ്ട് എൻ്റെ വെള്ളം തെറിക്കുന്നു. കൈ പൊള്ളാൻ നോക്കിക്കോളുണ്ടോ. കുക്കറിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കടന്നൊക്കെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നന്നായിട്ട് സ്ലോ ചെയ്ത് വെച്ചോളൂ തീയെ. ഇത് കടന്ന് നന്നായി ഉപ്പുണ്ടൊക്കെ നോക്കിക്കോളൂ കേട്ടോ കറക്റ്റായിട്ട്. ഇത് കടന്ന് നന്നായിട്ട് ഇനി തിളയ്ക്കട്ടെ, നന്നായിട്ട് തിളയ്ക്കണം. ഈ ഗ്രേവി ഇങ്ങനെ നല്ല കുറുകി വരണം. ഇത് കടന്ന് തിളയ്ക്കട്ടെ. ഇപ്പം ഞാനിത് തുറക്കുകയാണ്. 10-15 നിമിഷം ആയി. നോക്കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ നല്ല കുറച്ചൊരു കുറുകി വന്നിട്ടുണ്ട്. വെള്ളം കൂട്ടാൻ്റെ വെള്ളം നല്ല തിക്കായിട്ടുണ്ട്. കുറച്ച് ഇത് ഇനിയും നിങ്ങൾക്ക് ഞാനിത് ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് കൂട്ടാൻ വെള്ളം വേണം, ചാറ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ അധികം വറ്റിച്ചെടുക്കുന്നില്ല. ചില പേരെന്ത് ചെയ്യും, നല്ല തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് നല്ല വെള്ളമൊക്കെ നല്ല വറ്റിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. പക്ഷേ ഞങ്ങൾക്ക് കൂടെ ചിക്കൻ കറി എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങയെല്ലാം ചെയ്യാതെ ഇങ്ങനത്തെ ചിക്കൻ കറിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാണ്. എല്ലാം ഉപ്പ് മുളക് പൊടി എല്ലാം കറക്റ്റാണ്. പിന്നെ ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ മുളക് പൊടി കമ്മിയായിട്ട് ഇട്ടു. ഞങ്ങൾക്ക് മുളക് പൊടി ഞാൻ അത് കമ്മിയായിട്ട് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കുരുമുളകും പെരിഞ്ചീരകവും കൂടി മിക്സിയിലിട്ട് പൊടിച്ചതാണിത്. ഇത് ഞാൻ ഇതിൽ ചേർക്കുകയല്ല അവസാനം. അപ്പോൾ ഇത് ചേർക്കുന്നത് ഈ കുരുമുളകിൻ്റെ എരിവുള്ളതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കമ്മിയാക്കിയത്. അത് ഒരുപാട് എരിവായി നമുക്ക് കഴിക്കാൻ പറ്റില്ല, വയറ് നീറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി. കണ്ടാലേ അറിയണ്ടാവും നിങ്ങൾക്ക്. കണ്ടോ, നല്ല ഇത് ചേർക്കുമ്പോഴേ നമുക്കൊന്നും കൂടി തിക്കാവും കറി. കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും. ഇത് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഒരു 2 തിള തിളച്ച ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. അത്രയും വേണം. ഇതിൽ മേലെ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മളങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 5 നിമിഷം കഴിഞ്ഞ് നമ്മൾ എടുത്ത് ഉപയോഗിക്കും. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നല്ലൊരു മണമാണ്, നല്ല നാടൻ കോഴിക്കറി വെച്ച മാതിരിയുള്ളൊരു മണമാണ് ഇതിന്. ഇനി ഇതിൻ്റെ മേലെ കറിവേപ്പിൻ്റെ ഇല ഇടാൻ പോവാണ്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നല്ല തിക്കായി കണ്ടോ ഗ്രേവി. കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത് ലാസ്റ്റ് ആകുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും നിങ്ങൾക്ക്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഗ്യാസ് ഓഫ് ചെയ്യണം.
ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദോശയ്ക്കാണെങ്കിലും ചോറിനാണെങ്കിലും ചപ്പാത്തിക്ക് എല്ലാവരുടെയും കൂടെ കഴിക്കാവുന്നതാണ്. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ചും കൂടി ഗ്രേവി കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യണില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.